Hi children, welcome to my channel LKLS Star Maths class. ഇന്ന് നമ്മൾ exercise 5.3 third section ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കേട്ടോ. In an AP, given A equal to 5, D equal to 3, AN equal to 50, find N and SN. ഓക്കെ, സോ നമ്മൾക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? എന്നും കാണണം, പിന്നെ എന്തും കാണണം, സം ഓഫ് എൻ ടേംസും കാണണം അല്ലേ. എത്ര ടേം ഉണ്ടെന്ന് അറിയണം, അത്രയും ടേംസിൻ്റെ സമ്മുമാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്, തേർഡ് സെക്ഷനിലെ ഫസ്റ്റ് വണ്ണാണിത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം ഫോമുല തന്നെയാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. എന്താണ് ആ ഫോമുല nth ടേം കാണാനുള്ളത്? AN equal to A plus N minus 1 into D. See, this is our formula അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ? അതാ AN കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അവിടെ എന്തെഴുതാം നമുക്ക്? ANൻ്റെ സ്ഥാനത്ത് 50 എഴുതാമല്ലോ. ദെൻ A എന്താണ്? 5 ആണ്. പ്ലസ് N minus 1 നമുക്കറിയില്ല, സോ N minus 1 അങ്ങനെ തന്നെ ഇടുക. ദെൻ D 3 ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഈ 50 ഇതിനെ ഇപ്പുറേക്ക് കൊണ്ടുവരാം അല്ലേ. 5നെ ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന്? -5 ആയിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ഇത് +5 ആണ്. ഈക്വൽ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -5 ആണ് ഈക്വൽ ടു N minus 1 into 3. ക്ലിയർ ആയല്ലോ ഇത്രയും പോർഷൻ. ഇനി എന്താ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 45 കിട്ടും. ഈക്വൽ ടു എന്തെഴുതണം ഇനി? നോക്കിയേ, ഇവിടെ സബ്ട്രാക്ട് ചെയ്തു, ഇവിടെ നമ്മൾ ചെയ്തു തരുന്നത് N minus 1 into 3 തന്നെ ഒന്നും കൂടെ എടുത്ത് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് എന്താണ്? 45 ഈക്വൽ ടു N minus 1 into 3. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഈ 3നെ നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരിക. ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ into 3 ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ വരും അല്ലേ. സോ 45/3 ഈക്വൽ ടു ബാക്കി എന്താ ഉള്ളത്? N minus 1 അല്ലേ ബാക്കിയുള്ളത്. സോ N minus 1 എഴുതുക. ദെൻ 3 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 ഈക്വൽ ടു N minus 1. ക്ലിയർ? ഇനി നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഈ 1നെ ഇപ്പുറേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ -1 ആണ്. അതിവിടെ വരുമ്പോൾ എന്തായി? +1 ആണ്. ഇനി ബാക്കി ആരാ ഉള്ളത്? N മാത്രമല്ലേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 16 ഈക്വൽ ടു N. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? ദെർഫോർ N ഈക്വൽ ടു 16. നമ്മൾ ആരെ കണ്ടുപിടിച്ചു? കണ്ടോ? ഫൈൻഡ് N എന്നാണ് പറഞ്ഞത്. സോ നമുക്കിവിടെ Nൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിത് അവിടെ ഒരാളെയും കൂടെ കണ്ടെത്താനുണ്ടല്ലോ. എന്താണത്? ഓക്കെ, അപ്പോൾ SN കണ്ടോ? ഇവിടെ SN അല്ലേ ഇനി കണ്ടെത്തേണ്ടത്. സോ SNൻ്റെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? n/2 into n/2 ഈക്വൽ ടു n/2 SN ഈക്വൽ ടു n/2 ഇൻറ്റു A പ്ലസ് L ആണ് നമ്മുടെ ഫോമുല അല്ലേ. അപ്പോൾ SN നമ്മളിവിടെ കണ്ടെത്തിയില്ലേ. N എത്രയാണ്? 16 ടേംസ് ആണ് നമ്മുടെ കൈകളിലുള്ളത് അല്ലേ. സോ നമുക്കിവിടെ N16 പകരം SN പകരം എന്തെഴുതാം? S16 എന്ന് എഴുതാം. ദെൻ Nന് അവിടെ എന്തെഴുതുക? 16/2 ഇൻറ്റു A ആരാണ്? ഇവിടെ ഉണ്ടല്ലോ. ആരായ? 5. സോ 5 പ്ലസ് ഈ L എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതാ AN ഈക്വൽ ടു 50. ഇത് തന്നെയാണ് നമ്മുടെ L എന്ന് പറയുന്നത്. എന്താണ്? ലാസ്റ്റ് ടേം അല്ലേ. സോ ഇവിടെ 50 കൊടുക്കുക. ക്ലിയർ ആയല്ലോ. 5 ആണ് കേട്ടോ, 3 പോലെ ആയിപ്പോയേ. സോ 50. ഇനി എന്തെഴുതാം? S16 ഈക്വൽ ടു 2 ഇതിൽ പോകുമല്ലോ. എത്ര ടൈംസ് പോയി? 8 ടൈംസ് പോയി. ഇൻറ്റു 5 പ്ലസ് 50. ക്ലിയർ? ദെൻ S16 ഈക്വൽ ടു 8 ഇൻറ്റു 55. സോ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 8 ഇൻറ്റു 55 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി ഇതേ 440. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയായില്ലേ. കണ്ടോ? ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു, N കണ്ടെത്താൻ പറഞ്ഞു. സോ nth ടേമിൻ്റെ ഫോമുല യൂസ് ചെയ്ത് N കണ്ടെത്തി. ദെൻ എന്താ പറഞ്ഞത്? SN കണ്ടെത്താൻ പറഞ്ഞു. SNൻ്റെ ഫോമുല എഴുതി. S16 നമുക്ക് കണ്ടെത്തി കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ആണ്? അത്രയും ടേംസിൻ്റെ സമ്മാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, താങ്ക് യു. So second question, given A equal to 7, A13 equal to 35, find D and S. This is our second question. Okay, so നമുക്കത് ചെയ്യാം അല്ലേ. നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഡിയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ SM കണ്ടെത്താനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എത്ര ടേംസ്? ഇവിടെ A13 ആണ് തന്നിട്ടുള്ളത്, 35 ആണ് തന്നിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A13 ഈക്വൽ ടു 35 തന്നതുകൊണ്ട് തന്നെ അത് നമുക്കെടുത്ത് ഒന്നുകൂടി എഴുതാം കേട്ടോ. ഇവിടെ A13 ഈക്വൽ ടു 35 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? A13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എങ്ങനെയാണ് എടുക്കേണ്ടത്? A പ്ലസ് 13 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒന്ന് കുറയല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക?
12D ഈക്വൽ ടു 35. ഇവിടെ എങ്ങനെ 12D വന്നതെന്ന് അറിയാലോ അല്ലേ? എങ്ങനെ ഒരു ഫോർമുല അറിയാലോ? A പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? A പ്ലസ് n എന്ന് പറയുന്നത് ഈ 13 ആണ്. 13 മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ എന്ത് ചെയ്തു? ആ എഴുതി 13 മൈനസ് 1 എന്ന് പറയുമ്പോൾ അതാ 12D. ഓക്കെ ആണല്ലോ. അപ്പോൾ A 13 35നെ ഈക്വൽ ടു 35നെ നമ്മൾ എന്തെഴുതി? A പ്ലസ് 12D ഈക്വൽ ടു 35. ഈ 13ൽ നിന്ന് 1 കുറച്ച് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഫോമിലേക്ക് എഴുതി, നമ്മുടെ ജനറൽ ഫോമിലേക്ക് എഴുതി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? A തന്നിട്ടുണ്ട്. A എത്ര തന്നിട്ടുള്ള? 7 തന്നിട്ടുണ്ട്. സോ 7 പ്ലസ് 12D ഈക്വൽ ടു 35 എന്ന് എഴുതിക്കൂടെ? ഇനിയോ ഈ വാരിയബിൾ ഉള്ളതിനെ മാത്രം നമുക്ക് എഴുതാം. 12D ഈക്വൽ ടു ഈ 35 എഴുതാം. ഈ 7 ഇപ്പുറേക്ക് പോകുമ്പോൾ എന്തായി? -7 ആയി. ഓക്കെ. സോ 12D ഈക്വൽ ടു 35 എന്ന് 7 റെഡ്യൂസ് ചെയ്ത് എത്ര നമുക്ക് കിട്ടുക? 28. ക്ലിയർ? ദെൻ ഡി മാത്രം എടുക്കാം. ഡി ഈക്വൽ ടു 12 ഇൻറ്റു ഡി എന്നാണല്ലോ അതിൻ്റെ മീനിങ്. സോ 12 ഇൻറ്റു ഡിയിൽ ഡി മാത്രം എടുത്തു. ഇവിടെ 28 ആണ്. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? ഇതാ ഡിവിഷനിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കാം വരിക? ഇത് എത്രയിലൊക്കെ പോവും അല്ലേ? നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 7/3 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഡി ഈക്വൽ ടു എത്ര കിട്ടി? 7/3. ഇതെങ്ങനെയാണ് 7/3 എന്ന് കിട്ടിയെന്ന് അറിയാലോ അല്ലേ? അതെ, 4 3s 12, 4 7s ഇത് 4ൽ പോകും അല്ലേ? രണ്ടും 4ൻ്റെ ടേബിളിൽ പോകും അല്ലേ? 4 ഇൻറ്റു 7 ആണ് നമ്മുടെ 28. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു 3 ആണ്. അപ്പോൾ 4 കൊണ്ട് നമ്മൾ ഇതിനെ രണ്ടിലും പോകുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? ഡി കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? ഫൈൻഡ് ഡി എന്നാണോ പറഞ്ഞത്? ഇനി നമ്മളോട് എന്താ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്? എസ്സും കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ടല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ആൻസർ കിട്ടി ഡി 7/3. ഇനി എസ് എൻ കാണാനായിട്ട് നമുക്കത് ഈ പോർഷനിലേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എസ് അത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫോമുല തന്നെ യൂസ് ചെയ്യാമല്ലോ. n/2 ഇൻറ്റു എ പ്ലസ് എൽ എടുത്താൽ മതി ഇവിടെ. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ടേം തന്നെയാണ് ഈ 35. അപ്പോൾ നമുക്ക് എസ് എൻ എന്ന് പറയുന്നത് S13 ആയിരിക്കും കേട്ടോ. സോ S13 ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 13/2 ഇൻറ്റു എ എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ 7 ആണ്. സോ 7 + 35. ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യാം നമുക്ക്? 13/12 ഇൻറ്റു ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് എത്ര കിട്ടും? 35ഉം 7ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 42 കിട്ടി. ഇനി നോക്കിയേ, 2 ഇതിൽ പോകില്ലേ? എത്ര ടൈംസാണ് പോവുക? 21 ടൈംസ് പോകും. ബാക്കി നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? 13 ഇൻറ്റു 21 ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? സോ അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 273 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്ന രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഡിഫറൻസും കണ്ടുപിടിച്ചു, ആ സമ്മും നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ടേംസിൻ്റെ? 13 ടേംസിൻ്റെ സമ്മും കൂടി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഗിവൻ A12 ഈക്വൽ ടു 37, D ഈക്വൽ ടു 3, ഫൈൻഡ് A ആൻഡ് S12. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ടേം കണ്ടെത്തണം, പിന്നെ എന്താണ്? സം ഓഫ് 12 ടേം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടേം ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം കേട്ടോ. A12 ഈക്വൽ ടു 37 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതും. S12 ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞാലും എന്താണ്? ഒരേ നമ്പർ തന്നെ 37 ആണല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ A12 എന്നുള്ളത് തന്നെ എടുത്തുകൂടെ എഴുതാം. A12 ഈസ് ഈക്വൽ ടു 37. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് വരും? അപ്പോൾ A + 11D എന്നായിരിക്കും ഇവിടെ വരിക. ഈക്വൽ ടു 37. ഇപ്പോൾ A + 11D എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. എങ്ങനെയാണ് 11D എന്ന് കിട്ടിയെന്ന് ഒന്നുകൂടി പറഞ്ഞേക്കാം. A + n - 1 ഇൻറ്റു D ആണ്. സോ A + n എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 12 ആണ്. 12 - 1 ഇൻറ്റു D. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A + 11D. അതാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ. സോ അതാണ് ഈ 37 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരൊക്കെയുണ്ട്? ആ ഡിഫറൻസും ഉണ്ട് ഇവിടെ. ഒക്കെ. അപ്പോൾ ആ ഡിഫറൻസും കൂടി നമുക്ക് ഡിയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിനെ ഇങ്ങോട്ട് നീക്കി എഴുതാം കേട്ടോ. അപ്പോൾ A + 11D ഈക്വൽ ടു 37 എന്ന് പറയുന്നത് അവിടെ A + 11 ഇൻറ്റു D ആരാണ്? 3. സോ 3 ഈക്വൽ ടു എന്താണ്? 37 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? A + 11 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 33 ഈക്വൽ ടു 37. അപ്പോൾ A ഈക്വൽ ടു എന്താണ്? 37. ഈ 33 ഈക്വൽസിൻ്റെ അപ്പുറേക്ക് പോകുമ്പോൾ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തെടുക്കുമ്പോൾ എന്തായി? -33 ആയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് A ഈക്വൽ ടു എന്ത് കിട്ടും? 37ൽ നിന്ന് 33 റെഡ്യൂസ് ചെയ്ത് എത്രയാണ്? 4 കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ A കണ്ടെത്തി. എന്ത് വേഗം കണ്ടെത്തി അല്ലേ? ആൻസറാണ്. നോക്കിയേ, ഇവിടെ ഫൈൻഡ് A എന്നായിരുന്നു പറഞ്ഞ്. സോ നമ്മൾ A കണ്ടെത്തി. ക്ലിയർ ആയില്ലേ? നല്ല കണക്കല്ലേ ഇതാ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുത്തെ S12 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതും വളരെ ഈസിയാണ് കേട്ടോ കാണാനായിട്ട്.
ഓക്കെ. അപ്പോൾ എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n/2 ഇൻറ്റു എ പ്ലസ് എൽ എന്നാണ്. ഓക്കെ. കാരണം നമ്മൾ എയും എല്ലും എടുത്തത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ലാസ്റ്റ് ടേമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ മറ്റേ ഫോമുലയിൽ പോകേണ്ട ആവശ്യമില്ല അല്ലേ? ഫാസ്റ്റായിട്ട് നമുക്കത് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ 37 തന്നെയാണ് എൽ എന്ന് പറയുക. ഓക്കെ. പിന്നെ എ അറിയാലോ. എ ഇപ്പം നമുക്ക് കിട്ടി. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാം കിട്ടിയില്ലേ? പിന്നെ നമുക്ക് ഇതിലോട്ട് വാല്യൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ S12 ആണ്. സോ എന്നിൻ്റെ സ്ഥാനത്ത് S12 കൊടുത്തു. ഈക്വൽ ടു n/2 എന്ന് പറയുമ്പോൾ എന്താ? 12/2 ഇൻറ്റു എ എന്ന് പറയുന്ന 4 ആണ്. എൽ എന്ന് പറയുന്നത് എത്രയാണ്? 37 ആണ്. ഇനി നോക്കിയേ, ഇതിവിടെ കട്ടായി പോകും അല്ലേ? ഈ 2 ഇതിൽ പോവും. എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. കണ്ടോ? അപ്പോൾ ഇൻറ്റു 4 പ്ലസ് 37 ആയി. ഇനി എന്ത് വരും? നമുക്ക് 6 ഇൻറ്റു 37ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 41 കിട്ടും. അതെ, 41 കിട്ടും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 246ഉം കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ S12ഉം കണ്ടുപിടിച്ചു. കണ്ടോ? ഫസ്റ്റ് ടേം കണ്ടെത്താൻ പറഞ്ഞു, അത് കണ്ടെത്തി. പിന്നെ S12 ടേംസ് ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം വന്നപ്പോൾ എത്ര കിട്ടി? 246ഉം കിട്ടി. ക്ലിയർ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗിവൻ A3 ഈക്വൽ ടു 15, S10 ഈക്വൽ ടു 125, ഫൈൻഡ് D ആൻഡ് A10. കണ്ടോ? ഇവിടെ നമുക്ക് A ഒന്നുമില്ല. A3 തന്നിട്ടുണ്ട്, പിന്നെ സം ഓഫ് 10 ടേംസും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിയും കാണണം, ദെൻ A10ഉം ഒക്കെ കാണണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്തതിൽ വെച്ച് ഒരിത്തിരി വ്യത്യാസമായിട്ടുള്ളൊരു സമ്മായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നല്ല എളുപ്പമാണ്. A3 ഈക്വൽ ടു എത്രയാണ്? 15. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് A3നെ എങ്ങനെ എഴുതാം? A പ്ലസ് 2D എന്ന് എഴുതാം അല്ലേ? ഈക്വൽ ടു 15. അതായത് A പ്ലസ് n-1 ഇൻറ്റു D. അപ്പോൾ A പ്ലസ് n എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 മൈനസ് 1 ഇൻറ്റു D. സോ നമുക്ക് എന്ത് കിട്ടും? A പ്ലസ് 3 മൈനസ് 2D. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് A ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് A ആണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് Aനെ നമുക്കിവിടെ ഒറ്റയ്ക്ക് നിർത്താം. ദെൻ ഈ 15 എഴുതി ഇതിനിപ്പുറേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? -2D നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. കാരണം നമുക്ക് D ഒക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആരെ കണ്ടെത്താം? Aനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള ആരെയാണ്? സം ഓഫ് 10 ടേംസ് 125 ആണല്ലോ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് അതെടുത്ത് എഴുതാം കേട്ടോ. S10 ഈക്വൽ ടു 125 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ സമ്മാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ എടുത്തൊന്ന് എഴുതി വയ്ക്കാം. നമുക്ക് ഇനി അതിൻ്റെ ഫോമുല എഴുതാം. എന്താണ് ഫോമുല? Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു D ആണ് നമ്മുടെ ഫോമുല അല്ലേ? അപ്പോൾ S10 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 125 ആണ്. സോ ഈ Sn എന്ന് പറയുന്നത് തന്നെയാണ് S10 അല്ലേ? വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. S10 ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു D എന്ന് നമുക്ക് എഴുതാം. ഇനി എന്ത് കൊടുക്കണം? X10ൻ്റെ സ്ഥാനത്ത് S125 ഈക്വൽ ടു ഇവിടെ എന്താണ്? n എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 10 അല്ലേ സോറി ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ S10 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? 125 അല്ലേ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? 125 എഴുതാം. ഓക്കെ, S10ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതി? 125 എന്ന് എഴുതി. ഓക്കെ, ഇനി ഈക്വൽ ടു n/2. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഉണ്ട് ഈ S10 എന്ന് കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ ഇവിടെ A10ഉം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ S10 എന്ന് പറയുമ്പോൾ അതായിരിക്കും നമ്മുടെ എന്തെന്നാ? n എന്ന് പറയുക അല്ലേ? അപ്പോൾ നമ്മൾക്കിവിടെ എന്ത് കൊടുക്കാം? n-ന് പകരം 10 കൊടുത്തൂടെ നമുക്കവിടെ? 10/2. ക്ലിയർ? ഇനി ഇവിടെ എന്ത് എഴുതാണ്ട് വെച്ചാൽ 2a പ്ലസ് n-1 എന്നാണ്. അപ്പോൾ 10-1 ഇൻറ്റു D. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ, ഈ 2 ഈ 5ൽ സോറി ഈ 10ൽ പോവും. എത്ര ടൈംസ് പോവും? 5 ടൈംസാണ് നമുക്കിവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടി എടുത്തെഴുതാം. 125 ഈക്വൽ ടു എന്തെഴുതണം? 5 ഇൻറ്റു 2a പ്ലസ് 10-1 ഇൻറ്റു D. ഈ സമ്മിൽ ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് ശ്രദ്ധാപൂർവ്വം ഇരിക്കണം കേട്ടോ. അപ്പം നമ്മൾക്ക്
കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്താനുള്ള എന്താ വെച്ചാൽ ഈ 125 ഈക്വൽ ടു ഇവിടെ നമുക്ക് 5 ഇൻറ്റു ആണല്ലോ, ഇൻറ്റു 2a ആണ് ഇവിടെ. അപ്പോൾ 2 കൊടുക്കാം. ഇനി എക്ക് പകരം എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഇക്വേഷനെ കണ്ടെത്തിയിട്ടുണ്ട് എയുടെ വാല്യൂ. കണ്ടോ എ ഈക്വൽ ടു 15 - 2d ആണ്. അപ്പോൾ ഇവിടെ ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ ആ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്താണ് ഇവിടെ എക്ക് പകരം 15 - 2d എന്നുള്ളത് കൊടുക്കുക. ഓക്കെ. ഇനി ഇത് കണ്ടോ 10 - 1 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് 9d എന്ന് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി 2a പ്ലസ് ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി എഴുതി തരാം കേട്ടോ. 125 ഈക്വൽ ടു 5 ഇൻറ്റു 2a പ്ലസ് 9d എന്ന് എഴുതാം. ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ. അപ്പോൾ ഇവിടെയും അത് തന്നെ ആക്കാം കേട്ടോ. നമുക്ക് 2a പ്ലസ് 9d എന്ന് എഴുതാം. ഓക്കെ. ഈ 10dക്ക് പകരം നമ്മളിവിടെ കുറച്ചല്ലോ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം 9d എന്ന് ഒറ്റയടിക്ക് എഴുതാം. തീർന്നില്ലേ? എന്നിട്ടാണ് നമ്മൾ എന്തെടുത്തെഴുതിയത് ഇതെടുത്തെഴുതി. ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, ഈ 2a. അപ്പോൾ 2aക്ക് പകരം 2 ഇൻറ്റു a എന്നുള്ളതാണ്. സോ എക്ക് പകരം നമ്മളിവിടെ എയുടെ ഒരു വാല്യൂൻ്റെ ഒരു ഇക്വേഷൻ നമ്മളിവിടെ കണ്ടെത്തി വെച്ചു. ആ വാല്യൂ ഇതേ നമ്മളിവിടെ എടുത്തിട്ട് കണ്ടോ 2 ഇൻറ്റു 15 - 2d പ്ലസ് 9d എന്നായി. ഇപ്പോൾ കൺഫ്യൂഷൻ തീർന്നല്ലോ. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോസസ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ, ഈ 125നെ എടുത്തെഴുതുക ഈക്വൽ ടു എന്താ നമുക്ക് ചെയ്യേണ്ടത് ഈ 5 അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഈ 2നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു വരി വിട്ടിട്ട് എഴുതാം കേട്ടോ, അല്ല സ്പേസ് കിട്ടില്ല. സോ 125 ഈക്വൽ ടു ഈ 5 എഴുതിയതിന് ശേഷം 2 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 30 ആയിരിക്കും. ഇനി നോക്കിയേ 2 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും -4d കിട്ടും പ്ലസ് 9d എന്നായി. ക്ലിയർ ആയില്ലേ? നന്നായിട്ട്. ഇനി നോക്കിയേ ഈ 125 അതിനെ ഈ 5നെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. ഓക്കെ. ഈ 5നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് എന്ത് പറ്റി, ഇത് 5 ഇൻറ്റു 30 എന്നാണ്. സോ 5നെ ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ ഇതെന്തായി ഡിവിഷനായിട്ട് മാറി. ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത് 30 മൈനസ് 4d പ്ലസ് 9d ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. ഇനി നമുക്കിത് ഇതിനെ കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇതിൽ എത്ര ടൈംസ് ആവുകയാണെ 25 ടൈംസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 25 ഈക്വൽ ടു ഈ 30 എഴുതുക. നോക്കിയേ 4d 9d ഒരെണ്ണം നെഗറ്റീവാണ്, ഒരെണ്ണം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ മുന്നിൽ കിടക്കുന്ന സൈൻ കൊടുക്കുക. അപ്പോൾ 30 പ്ലസ് 5d കിട്ടി. റൈറ്റ്. ഇനി അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് 25 ഈക്വൽ ടു 30 പ്ലസ് 5d ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ 30യെ ഈ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഓക്കെ. അപ്പോൾ 30നെ നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവരാനായിട്ട് ഇപ്പുറത്ത് എഴുതാം കേട്ടോ. കണ്ടോ. സോ 25 എടുത്തെഴുതി 30നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എന്തായി -30. ബാക്കി എന്താ ഉള്ളത് കണ്ടോ, ഈ 25 എഴുതി ഈ 30നെ ഇപ്പുറേക്ക് കൊണ്ടുവന്നപ്പോൾ -30. സോ 25 - 30 ഈക്വൽസ് ആണ് കഴിഞ്ഞ് ബാക്കി എന്താ ഇവിടെ ഉണ്ടാവുക 5d ആയിരിക്കും. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാം. കണ്ടോ 25 - 30d ഈക്വൽ ടു എന്ത് കിട്ടി 5d കിട്ടി. ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി നോക്കിയാൽ 25ൽ നിന്ന് 30 ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. സോ 30യുടെ മുന്നിൽ മൈനസ് ആണ് കിടക്കുന്നത്. സോ ആൻസറിൽ എന്ത് വരും -5 ഈക്വൽ ടു 5d ആയിരിക്കും കിട്ടുക. ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം 5 ഇൻറ്റു d ആണ്. ഈ 5നെ ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ -5 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇതിൽ പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ഈക്വൽ ടു ഈ d ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ കട്ടായി പോകുമ്പോൾ എന്ത് കിട്ടും നമുക്ക് -1 കിട്ടി ഈക്വൽ ടു d. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം therefore d ഈക്വൽ ടു -1. നമ്മളെന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഡിയുടെ കണ്ടുപിടിച്ചു. ഇനി A10 ആണ് കാണുന്നത്. പക്ഷേ A10 കാണുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ആരെ കണ്ടുപിടിക്കണം എനെ കണ്ടുപിടിക്കണം. നമുക്ക് എനെ അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ 1 ആയിട്ടുള്ള ഇതിലേക്ക് ഡിയുടെ സ്ഥാനത്ത് ഇപ്പം കിട്ടിയത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം വാല്യൂ ഡിയുടെ സ്ഥാനത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് എ കാണാൻ പോവാം കേട്ടോ. സോ എ ഈക്വൽ ടു 15 - 2d എന്നാണ് 2d. അപ്പോൾ 2d എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു d എന്നാണല്ലോ. അപ്പോൾ എ ഈക്വൽ ടു 15 - 2 ഇൻറ്റു d. d എത്രയാണ് കിട്ടിയത് നമുക്ക് -1 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്താ എഴുതാം -1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ എ ഈക്വൽ ടു
15 ഈ -2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമേ ആദ്യം ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് രണ്ടും കൂടി ചെയ്താൽ ആൻസർ തെറ്റും. നമ്മുടെ ബോർഡ് മാത്സ് റൂൾ പ്രകാരം ഇത് രണ്ടും കൂടി ചെയ്യുക. സോ -2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? +2 കിട്ടി. അപ്പം നമുക്ക് കണ്ടോ 17 കിട്ടി. 15 + 2 എന്ന് പറയുമ്പോൾ 17. നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? A = 17 കിട്ടി. അപ്പോൾ നമ്മളോട് പക്ഷേ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ്? A10 ആണ് കേട്ടോ. ഇപ്പോൾ ഡിഫറൻസ് കണ്ടു. ഇനി A10 കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടെത്തണം? എനെ കണ്ടെത്തണം. സോ A = 17 നമുക്ക് കിട്ടി. ഇനി നമുക്ക് A10 ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? ഇതാ A10 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെന്താ എഴുതേണ്ടത്? A + 9D ആവുമല്ലോ. ഈ 10ൽ നിന്ന് 1 കുറച്ചാൽ മതി. അതായത് A + n - 1 × D. അത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A + 9D കിട്ടി. അപ്പോൾ നമുക്ക് A ഇപ്പോൾ ഇവിടെ കിട്ടിയല്ലേ? എത്ര കിട്ടിയത്? A 17 ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 17 കൊടുക്കുക. ദെൻ 9 ഇൻറ്റു ഡിഫറൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചു. ഇതാ ഇവിടെ -1 ആണ് ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത്. സോ ആ -1 ഇവിടെ എടുത്ത് എഴുതുക. ക്ലിയർ ആയല്ലോ? നമുക്ക് എന്തെഴുതാം? 17 ഇത് 9 ഇൻറ്റു -1 എന്നാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -9 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ 7 ഉണ്ടോ? ഇത് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ 17 - 9 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്താണിത്? A10 ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ എടുത്ത് എഴുതാവേ. A10 = 17 - 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A10 = ഇതിന്ന് റെഡ്യൂസ് ചെയ്ത് എത്ര കിട്ടുക? 8. കണ്ടോ? അപ്പോൾ 10ാമത്തെ നമ്പർ എത്രയായിരുന്നു? 8 ആയിരുന്നു. ഓക്കെ. അതായത് 10th പൊസിഷനിൽ കിടക്കുന്ന നമ്പർ A10 അല്ലേ? അപ്പോൾ ആ 10th പൊസിഷനിൽ കിടക്കുന്ന A എന്നുള്ള നമ്പറാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്താണ്? 10th പൊസിഷനിലുള്ള നമ്പറാണ് ഇവിടെ കണ്ടെത്തിയത്. ഇവിടെ നമ്മൾ കണ്ടെത്തിയ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള A ആണ് കണ്ടെത്തിയത്. അപ്പോൾ ഈ സമയം എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധാപൂർവ്വം പഠിക്കുക. ഓക്കെ. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ എല്ലാ സമ്മിലും വരുന്നത് പോലെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ എന്താ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടില്ല കിട്ടിയത്. നമ്മൾ Aൻ്റെ വാല്യൂ കണ്ടെത്താനാണ് A = 15 - 2D എടുത്തത്. പിന്നെ നമ്മളത് ചെയ്തു വന്നു. അതിലൂടെ അതൊരു ഇക്വേഷനായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് കണ്ടീഷനായിട്ടുള്ള ഫസ്റ്റ് ഇതാണ് സെക്കൻഡ് S10 = 125 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് കയറി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പ്രോബ്ലം നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.